നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി കേൾക്കേണ്ടതില്ല. ഓരോ രാശിയിലും വരുന്ന നാളുകളും അത് ആരംഭിക്കുന്ന സമയവും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിനാൽ ആ സമയം മുതൽ കേട്ടാൽ മതിയാകും. മേടം രാശി ചന്ദ്രചിഹ്നമനുസരിച്ച് രാഹു 12ാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ സമയത്ത് സ്പോർട്സ് പോലുള്ള പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നത് നിങ്ങളെ ആരോഗ്യകരമായി നിലനിർത്തുന്നതിന് സഹായകമാകും. ചന്ദ്രചിഹ്നമനുസരിച്ച് കേതു 6ാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച സാമ്പത്തിക മേഖലയിൽ നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഒരു പഴയ നിക്ഷേപത്തിൽ നിന്നും പ്രയോജനം ലഭിക്കാൻ സാധ്യതയുണ്ട്, പക്ഷേ മറ്റുള്ളവരുടെ അടിയന്തര ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനിടയിൽ നിങ്ങളുടെ ധാരാളം പണം നഷ്ടപ്പെടും. അതിനുശേഷം നിങ്ങൾക്ക് ഭാവിയിലും പ്രശ്നങ്ങൾ നേരിടേണ്ടിവരും. അതിനാൽ ഇപ്പോൾ അത്തരം കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയാതിരിക്കേണ്ടതാണ്. ഈ ആഴ്ച ഒരു ഉറ്റസുഹൃത്ത് അല്ലെങ്കിൽ വീട്ടുകാരൻ നിങ്ങളോട് വിചിത്രമായി പെരുമാറിയേക്കാം. ഇതുമൂലം നിങ്ങൾക്ക് ചില അസ്വസ്ഥതകൾ അനുഭവപ്പെടും. അതേസമയം അവ മനസ്സിലാക്കുന്നതിൽ നിങ്ങളുടെ സമയവും ഊർജ്ജവും പാഴാക്കാം. ഈ ആഴ്ച നിങ്ങളുടെ വിദ്യാഭ്യാസ രംഗത്ത് വരുന്ന എല്ലാത്തരം പ്രശ്നങ്ങളിൽ നിന്നും മുക്തി നേടാൻ കഴിയും. ഇതുമൂലം നിങ്ങൾക്ക് ഉന്മേഷവും സമ്മർദ്ദരഹിതവും അനുഭവപ്പെടും. അത്തരമൊരു സാഹചര്യത്തിൽ ഈ സമയം മുതലെടുത്ത് നിങ്ങളുടെ പഠനത്തിന് പുറമെ ശാരീരിക പ്രവർത്തനങ്ങൾക്കും കുറച്ച് സമയം നൽകാൻ ശ്രമിക്കുക. മേടം രാശിക്കാർക്ക് ഈ ആഴ്ച പൊതുവെ സമ്മിശ്ര ഫലങ്ങൾ നൽകുന്ന ഒരാഴ്ചയായിരിക്കും. ആഴ്ചയുടെ തുടക്കത്തിൽ വീട്ടിൽ മതപരമായ കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. ജോലിസ്ഥലത്ത് എല്ലാവരുടെയും സഹകരണമുണ്ടാകും. കച്ചവടത്തിൽ നല്ല ലാഭം പ്രതീക്ഷിക്കാം. എന്നാൽ ആഴ്ചയുടെ മധ്യത്തിൽ അപ്രതീക്ഷിതമായി വലിയ പ്രശ്നങ്ങളുണ്ടാവാം. വീട്ടിലെ പ്രായമായവരുടെ ആരോഗ്യം മോശമാകാൻ സാധ്യതയുണ്ട്. ഇത് നിങ്ങളെ വിഷമിപ്പിക്കും. ഭൂമി സംബന്ധമായ തർക്കങ്ങൾ കോടതിയിലെത്താൻ സാധ്യതയുണ്ട്. വീട്ടിലുള്ളവരുമായി ചില കാര്യങ്ങളിൽ തർക്കങ്ങൾ ഉണ്ടാവാം. പങ്കാളിത്തത്തോടെ ബിസിനസ് ചെയ്യുന്നവർ ഈ സമയം കൂടുതൽ ശ്രദ്ധിക്കണം. അല്ലാത്തപക്ഷം സാമ്പത്തിക നഷ്ടം വരാൻ സാധ്യതയുണ്ട്. എന്നാൽ പ്രതികൂല സാഹചര്യങ്ങൾ അധികനാൾ നീണ്ടുനിൽക്കില്ല. ആഴ്ചയുടെ അവസാനത്തോടെ നിങ്ങളുടെ ബുദ്ധിയുപയോഗിച്ച് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കും. അതുപോലെ ബിസിനസ്സിൽ തടസ്സപ്പെട്ട കാര്യങ്ങൾ പൂർത്തിയാക്കാനും കഴിയും. പ്രണയബന്ധങ്ങൾ അത്ര നല്ലതായിരിക്കില്ല. ഇഷ്ടമുള്ള ആളുകളെ കാണാൻ തടസ്സങ്ങൾ വരാം. ഇത് നിങ്ങളുടെ മനസ്സിനെ അസ്വസ്ഥമാക്കും. ദാമ്പത്യ ജീവിതത്തിൽ പങ്കാളിയുടെ വികാരങ്ങളെ മാനിക്കാൻ ശ്രമിക്കുക. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധയും വേണം. ഇടവം രാശി ചന്ദ്രചിഹ്നമനുസരിച്ച് കേതു 5ാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച നിങ്ങളിൽ ധാർമ്മിക ബോധം വളരും. ഇക്കാരണത്താൽ നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളുമായും വീട്ടുകാരുമായും ഒരു മതസ്ഥലം സന്ദർശിക്കാൻ നിങ്ങൾക്ക് പദ്ധതിയിടുകയും അവിടെ വിശുദ്ധ വ്യക്തിയുടെ അനുഗ്രഹം നേടാൻ നിങ്ങൾക്ക് കഴിയുകയും ചെയ്യും. അത് നിങ്ങൾക്ക് ധാരാളം മാനസിക സമാധാനം നൽകും. ചന്ദ്രചിഹ്നമനുസരിച്ച് ശനി 11ാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച നിങ്ങൾക്ക് പെട്ടെന്ന് പണം ലഭിക്കും. വളരെ കുറഞ്ഞ കാലയളവിൽ നിങ്ങൾക്ക് പണം ലഭിക്കും. അതിനാൽ പ്രത്യേകിച്ചും ഏതെങ്കിലും നിയമവിരുദ്ധ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടവർ ഈ സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള റിസ്ക് എടുക്കുന്നതിന് മുമ്പ് കൂടുതലായി ചിന്തിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പണം നഷ്ടപ്പെടാം. ഈ ആഴ്ച വീടിന്റെ പ്രക്ഷുബ്ധമായ അന്തരീക്ഷം മൂലം നിങ്ങളുടെ മനസ്സ് വിഷാദത്തിലാകാം. അത്തരമൊരു സാഹചര്യത്തിൽ ഈ സമയത്ത് നിങ്ങൾ സ്വീകരിച്ച തെറ്റായ നടപടി കുടുംബാന്തരീക്ഷത്തെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കും. അതിനാൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നത് ഒഴിവാക്കുക. നിങ്ങളുടെ പ്രതിവാര ജാതകം അനുസരിച്ച് വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ച നിരവധി സമ്മാനങ്ങൾ ലഭിക്കും. എന്നിരുന്നാലും അതിനിടയിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിരവധി കഠിനാധ്വാനങ്ങൾ നടത്തിയിട്ടും അവർക്ക് നല്ല മാർക്ക് ലഭിക്കും. ഈ സമയത്ത് നിങ്ങളുടെ മനസ്സ് വിദ്യാഭ്യാസത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കും. അതിനാൽ നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന്റെ പുരോഗതിയിലേക്കുള്ള ഒരു നല്ല ആഴ്ചയായി ആയിരിക്കും ഇത്. ഇടവം രാശിക്കാർക്ക് ഈ ആഴ്ച പൊതുവെ നല്ല ദിവസങ്ങളായിരിക്കും. ജോലിസ്ഥലത്ത് മേലുദ്യോഗസ്ഥരുടെയും സഹപ്രവർത്തകരുടെയും പിന്തുണ ലഭിക്കും. കുടുംബത്തിൽ ഒരാൾക്ക് വലിയ നേട്ടമുണ്ടാകുന്നതുമൂലം നിങ്ങൾക്ക് സന്തോഷമുണ്ടാകും. അതുപോലെ സമൂഹത്തിൽ നിങ്ങളുടെ വില വർദ്ധിക്കും. മതപരമായ കാര്യങ്ങളിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കും. കോടതിയിലുള്ള കേസുകൾ ഒത്തുതീർപ്പാക്കാൻ സാധ്യതയുണ്ട്. പുതിയ ബിസിനസ്സിൽ പണം നിക്ഷേപിക്കുന്നതിലൂടെ ലാഭം കിട്ടും. യാത്രകൾ സന്തോഷം നൽകുന്നതും ഗുണകരവുമാകും. ആഴ്ചയുടെ ആദ്യ പകുതിയിൽ ചെയ്യുന്ന കാര്യങ്ങൾ വിജയത്തിലെത്തും. കുടുംബപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ ഈ സമയം നല്ലതാണ്. ചെറുപ്പക്കാർക്ക് വിനോദങ്ങളിൽ ഏർപ്പെടാൻ അവസരം ലഭിക്കും. സംഗീതത്തിൽ താൽപ്പര്യമുണ്ടാകും. ഈ ആഴ്ചയിൽ ഭൂമി വാങ്ങാനും വിൽക്കാനും സാധ്യതയുണ്ട്. അതുപോലെ പാരമ്പര്യ സ്വത്ത് ലഭിക്കാനും സാധ്യതയുണ്ട്. മാതാപിതാക്കളുടെ പൂർണ്ണ പിന്തുണയുണ്ടാകും. സമൂഹത്തിൽ നിങ്ങൾക്ക് നല്ല പേരുണ്ടാകും. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് സന്തോഷം നൽകുന്ന വാർത്തകൾ കേൾക്കാൻ സാധിക്കും. പ്രണയബന്ധങ്ങൾ ശക്തിപ്പെടും. ദാമ്പത്യ ജീവിതം സന്തോഷകരമാകും. മിഥുനം രാശി ചന്ദ്രചിഹ്നമനുസരിച്ച് കേതു 4ാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച നിങ്ങളുടെ ആരോഗ്യകാര്യത്തെ ഓർത്ത് അത്ര അധികം വിഷമിക്കേണ്ട കാര്യമില്ല. മറ്റു ജോലികളുമായി തിരക്കിലായിരിക്കുമ്പോൾ ഡോക്ടറിൽ നിന്ന് അനുകൂല മറുപടി ലഭിക്കുന്നതാണ്. ഗ്രഹങ്ങളുടെ സ്ഥാനമനുസരിച്ച് ആളുകളുടെ സാമ്പത്തിക കാഴ്ചപ്പാടിൽ ഈ ആഴ്ച ശരാശരി ഫലങ്ങളേക്കാൾ മികച്ചതായിരിക്കും. ഇതിനു പുറമെ സമൂഹത്തിൽ നിങ്ങളുടെ സ്ഥാനം ശക്തിപ്പെടുത്തുന്നതിനും സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനും നിരവധി നല്ല അവസരങ്ങളും നിങ്ങൾക്ക് ലഭിക്കും.
ഈ ആഴ്ച കുടുംബത്തിൽ സമാധാനം സ്ഥാപിക്കുന്നതിനും അംഗങ്ങളുമായുള്ള നിങ്ങളുടെ ബന്ധം മെച്ചപ്പെടുത്തുന്നതിനും നിങ്ങൾ കൂടുതലായി ശ്രമിക്കും. എന്നിരുന്നാലും ഇതിനായി നിങ്ങൾക്ക് അംഗങ്ങളുടെ ആവശ്യമായ പിന്തുണ ലഭിക്കില്ല. അതിനാൽ ഈ സമയത്ത് നിങ്ങൾ അനുപസമ്പന്നനായ ഒരാളുമായി സംസാരിക്കേണ്ടതാണ്. നിങ്ങളുടെ കൂട്ടുകാർക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ ചെയ്യുന്നത് നിങ്ങൾ പലപ്പോഴും കാണാറുണ്ട്. ചന്ദ്രചിഹ്നമനുസരിച്ച് ശനി 10ാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ചയും നിങ്ങളുടെ സുഹൃത്തുക്കളിൽ വളരെയധികം സമയവും പണവും പാഴാക്കുന്നത് നിങ്ങളുടെ പങ്കാളിയെ വേദനിപ്പിക്കും. അവർ നിങ്ങളോട് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ സാധ്യതയുണ്ട്, പക്ഷേ നിങ്ങൾ അവരുടെ വാക്കുകൾക്ക് പ്രാധാന്യം നൽകുന്നില്ല. ഇത് നിങ്ങളുടെ ബന്ധത്തെ നശിപ്പിക്കും. ഈ ആഴ്ച ചില വിദ്യാർത്ഥികൾക്ക് വിദേശത്ത് പഠിക്കാനുള്ള അവസരം ലഭിക്കാം. എന്നിരുന്നാലും കഠിനാധ്വാനത്തോടൊപ്പം ശരിയായ ദിശയിൽ പ്രവർത്തിക്കേണ്ടതുണ്ട്. തുടക്കം മുതൽ അവരുടെ ശ്രമങ്ങൾ വേഗത്തിലാക്കും. അതിനിടയിൽ ആരെങ്കിലും നൽകുന്ന ശരിയായ മാർഗനിർദ്ദേശവും നിങ്ങൾക്ക് മികച്ച ഓപ്ഷനായിരിക്കും. മിഥുനം രാശിക്കാർക്ക് ഈ ആഴ്ച ആദ്യത്തെ പകുതിയേക്കാൾ നല്ലത് രണ്ടാമത്തെ പകുതിയായിരിക്കും. ആഴ്ചയുടെ തുടക്കത്തിൽ കൂടുതൽ ജോലിഭാരം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശത്രുക്കൾ നിങ്ങളുടെ ജോലിയിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കും. അതിനാൽ കൂടുതൽ ശ്രദ്ധിക്കുക. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാതിരിക്കാൻ ശ്രമിക്കുക. ആഴ്ചയുടെ മധ്യത്തിൽ ജോലിയുമായി ബന്ധപ്പെട്ട് യാത്രകൾ ചെയ്യേണ്ടിവരും. യാത്ര ചെയ്യുമ്പോൾ ആരോഗ്യം ശ്രദ്ധിക്കുക. അതുപോലെ സാധനങ്ങൾ സൂക്ഷിക്കുക. ആഴ്ചയുടെ രണ്ടാം പകുതിയിൽ വ്യക്തിയുടെ സഹായത്തോടെ തടസ്സപ്പെട്ട ജോലികൾ പൂർത്തിയാക്കാൻ സാധിക്കും. സാമൂഹികപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തും. വിദേശത്ത് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല വാർത്തകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. സുഹൃത്തുക്കളുമായി യാത്ര പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ തീർത്ഥയാത്രകൾ നടത്താനും സാധ്യതയുണ്ട്. ദാനധർമ്മം ചെയ്യാനുള്ള ഒരു പ്രവണത കാണും. കച്ചവടത്തിൽ ലാഭമുണ്ടാകും. പ്രണയബന്ധങ്ങൾ ശക്തിപ്പെടും. കർക്കിടകം രാശി. ചന്ദ്രചിഹ്നമനുസരിച്ച് ശനി 9ാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച ഭാഗ്യദിനങ്ങളായിരിക്കില്ല. അതിനാൽ ഈ സമയത്ത് നിങ്ങൾ പറഞ്ഞതെന്തും ചിന്തിച്ചുകൊണ്ട് സംസാരിക്കുക. കാരണം ഒരു ചെറിയ ചർച്ച ദിവസം മുഴുവൻ വലിച്ചിഴച്ച് ഒരു വലിയ വിവാദമായി മാറാനുള്ള സാധ്യത കാണുന്നു. ഇത് നിങ്ങളെ മാനസിക പിരിമുറുക്കത്തിലേക്ക് നയിക്കാം. ചന്ദ്രചിഹ്നമനുസരിച്ച് രാഹു 9ാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച, ഇത് ഓഫീസായാലും നിങ്ങളുടെ ബിസിനസ്സായാലും, ഏതെങ്കിലും അശ്രദ്ധ നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടത്തിന് കാരണമാകും. അതിനാൽ തിരക്കുപിടിച്ച് ഒന്നും ചെയ്യാതിരിക്കുക. എല്ലാ ജോലികളും ശരിയായി ചെയ്യുക. ഈ ആഴ്ച അടുത്ത വ്യക്തിയുമായുള്ള വാദങ്ങൾ കാരണം നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഈ സമയത്ത് നിങ്ങളുടെ വാക്കുകൾ അവരുടെ മുന്നിൽ തുറന്നിടാൻ നിങ്ങൾക്ക് കഴിയില്ല. ഇതുമൂലം നിങ്ങളുടെ മാനസിക പിരിമുറുക്കം വർദ്ധിക്കാം. ഈ ആഴ്ച ക്ലാസ്സിലെ ചില വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ വിജയത്തിൽ അസൂയ തോന്നും. ഇതുമൂലം അവർ നിങ്ങൾക്ക് എതിരായി പെരുമാറാം. അത്തരമൊരു സാഹചര്യത്തിൽ അവരുടെ ഗൂഢാലോചന മനസ്സിലാക്കുന്നതിലൂടെ നിങ്ങൾ എല്ലാവരോടും നിങ്ങളുടെ പെരുമാറ്റം മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. അല്ലാത്തപക്ഷം മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളുടെ പ്രതിച്ഛായ കളങ്കപ്പെടാം. കർക്കിടകം രാശിക്കാർക്ക് ഈ ആഴ്ച പൊതുവെ സമ്മിശ്ര ഫലങ്ങൾ ഉള്ളതായിരിക്കും. അടുത്തുള്ള ഒരാളിൽ നിന്ന് സഹായം ലഭിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ജോലിയിൽ തടസ്സങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇത് നിങ്ങളുടെ മനസ്സിനെ അസ്വസ്ഥമാക്കും. ഈ സമയം ദേഷ്യം നിയന്ത്രിക്കുക. ആരുമായി വഴക്കിടാൻ പോകരുത്. എന്നാൽ ഇത് അധികനാൾ നീണ്ടുനിൽക്കില്ല. ആഴ്ചയുടെ മധ്യത്തോടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കും. മറ്റുള്ളവരുമായി ചേർന്ന് പ്രവർത്തിക്കുന്നത് ഗുണം ചെയ്യും. അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കൃത്യസമയത്ത് പൂർത്തിയാക്കാൻ സാധിക്കും. കച്ചവടത്തിൽ ലാഭമുണ്ടാകുകയും അത് വികസിപ്പിക്കാൻ സാധിക്കുകയും ചെയ്യും. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് നല്ല വാർത്തകൾ കേൾക്കാൻ സാധിക്കും. ആഴ്ചയുടെ അവസാനത്തിൽ മതപരമായ കാര്യങ്ങളിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കും. പ്രണയബന്ധങ്ങൾ അത്ര നല്ലതായിരിക്കില്ല. നിങ്ങളുടെ ദേഷ്യം കാരണം പ്രിയപ്പെട്ടവരുമായി വഴക്കിടാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ പങ്കാളിയുടെ ആരോഗ്യത്തെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കും. ചിങ്ങം രാശി. ചന്ദ്രചിഹ്നമനുസരിച്ച് ശനി 8ാം ഭാവത്തിൽ വരുന്നതിനാൽ നിങ്ങൾ കൂടുതൽ വൈകാരികമായിരിക്കും. അതിനാൽ അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കേണ്ടതാണ്. അല്ലാത്തപക്ഷം ഇത് നിങ്ങളെ വേദനിപ്പിക്കും. ഗ്രഹങ്ങളുടെ സ്ഥാനമനുസരിച്ച് ആളുകളുടെ സാമ്പത്തിക കാഴ്ചപ്പാടിൽ ഈ ആഴ്ച ശരാശരി ഫലങ്ങളേക്കാൾ മികച്ചതായിരിക്കും. ഇതിനു പുറമെ സമൂഹത്തിൽ നിങ്ങളുടെ സ്ഥാനം ശക്തിപ്പെടുത്തുന്നതിനും സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനും നിരവധി നല്ല അവസരങ്ങളും നിങ്ങൾക്ക് ലഭിക്കും. ഈ ആഴ്ച നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വളരെ വലുതായിരിക്കാം. പക്ഷേ നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾക്ക് നിങ്ങളുടെ വേദന മനസ്സിലാകില്ലെന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിൽ അവരിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷിക്കുന്നത് നിങ്ങളെ വേദനിപ്പിക്കും. അതിനാൽ ഈ ആഴ്ച മറ്റുള്ളവരിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷിക്കുന്നത് ഒഴിവാക്കുക. നിങ്ങളുടെ പ്രതിവാര ജാതകം അനുസരിച്ച് ഈ സമയത്ത് വിദ്യാർത്ഥികളുടെ ജീവിതത്തിലെ പല സാഹചര്യങ്ങളിലും ഗുണപരമായ മാറ്റങ്ങൾ കാണാനാകും. നിങ്ങൾ മത്സരപരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണെങ്കിൽ ഈ സമയം അതിനുള്ള ഏറ്റവും മികച്ചതായിരിക്കും. കാരണം ഈ സമയത്ത് നിങ്ങളുടെ രാശിചക്രത്തെ നിരവധി ഗ്രഹങ്ങൾ അനുഗ്രഹിക്കും. അതിനാൽ നിങ്ങൾക്ക് നല്ല വിജയം ലഭിക്കും. ചിങ്ങം രാശിക്കാർക്ക് ഈ ആഴ്ച പൊതുവെ നല്ലതായിരിക്കും. ചെറിയ പ്രശ്നങ്ങളുണ്ടാവാമെങ്കിലും കാര്യമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ല. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ കൃത്യസമയത്ത് നടക്കുന്നത് കാണുമ്പോൾ സന്തോഷമുണ്ടാകും. അതുപോലെ നിങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസം തോന്നും. ഈ ആഴ്ചയിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെയും ഭാഗ്യത്തിന്റെയും പിന്തുണയുണ്ടാകും.
സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കുന്നവർക്ക് അത് ലഭിക്കാൻ സാധ്യതയുണ്ട്. കച്ചവടക്കാർക്ക് നല്ല ലാഭം കിട്ടും. വീട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും. വിദ്യാർത്ഥികൾ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. യാത്രകൾ പോകാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾക്ക് സന്തോഷം നൽകും. ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങളുണ്ടാകും. ഈ സമയം നിങ്ങൾ മറ്റുള്ളവരെ കളിയാക്കാതിരിക്കാൻ ശ്രമിക്കുക. പ്രണയബന്ധങ്ങൾ ശക്തിപ്പെടും. വീട്ടുകാർ നിങ്ങളുടെ ബന്ധം അംഗീകരിക്കാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിതം സന്തോഷകരമാകും. കന്നിരാശി, നിങ്ങൾക്ക് നല്ല ആരോഗ്യമുണ്ടെങ്കിൽ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളും ആസ്വദിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ മനസ്സിലാക്കും. ഈ സമയത്ത് രാശിക്കാർ അവരുടെ മോശം ശീലങ്ങൾ മെച്ചപ്പെടുത്താൻ ശ്രമിക്കും. ചന്ദ്രചിഹ്നമനുസരിച്ച് രാഹു 7ാം ഭാവത്തിൽ വരുന്നതിനാൽ നിങ്ങളുടെ സർഗാത്മക കഴിവുകൾ ശരിയായ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അത് വളരെ പ്രയോജനകരമാകുകയും അതേ സഹായത്തോടെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയും ചെയ്യും. ഇതുമൂലം വരും സമയത്ത് നിങ്ങൾക്ക് നല്ല ലാഭം ലഭിക്കും. ഈ ആഴ്ച നിങ്ങളുടെ കുടുംബജീവിതം കൂടുതൽ അനുകൂലമാകാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹങ്ങളുടെ മെച്ചപ്പെട്ട സ്ഥാനം നിങ്ങളുടെ കുടുംബജീവിതത്തിന് പതിവിലും മികച്ചതായി കാണപ്പെടുന്നു. എല്ലാ തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളിൽ നിന്നും മുക്തി നേടുന്നതിനിടയിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങൾ പരസ്പരം സാഹോദര്യം വർദ്ധിപ്പിക്കാൻ ഈ അനുകൂല നിലപാട് സഹായിക്കും. ഈ സമയത്ത് കുടുംബത്തിലെ മിക്കവാറും എല്ലാ അംഗങ്ങളുടെയും പെരുമാറ്റം നല്ലതായി തുടരും. ഈ ആഴ്ചയിലെ കൂടുതലായി പഠിക്കുന്നത് മൂലം നിങ്ങളുടെ സമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും ഉത്കണ്ഠ അനുഭവപ്പെടുകയും ചെയ്യും. അത്തരമൊരു സാഹചര്യത്തിൽ കാലാകാലങ്ങളിൽ കായികം പോലുള്ള പ്രവർത്തനങ്ങളിലൂടെ നിങ്ങൾക്ക് നിരവധി മാനസിക പ്രശ്നങ്ങൾ അനുഭവപ്പെടും. കന്നിരാശിക്കാർക്ക് ഈ ആഴ്ച വളരെ നല്ല ദിവസങ്ങളായിരിക്കും. ജോലിസ്ഥലത്ത് സന്തോഷകരമായ വാർത്തകൾ കേൾക്കാൻ സാധിക്കും. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ കൃത്യസമയത്ത് പൂർത്തിയാക്കാൻ സാധിക്കും. നിങ്ങളുടെ ബുദ്ധിശക്തി ഉപയോഗിച്ച് സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുക. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ഈ ആഴ്ച വളരെ നല്ലതായിരിക്കും. കോടതിയിലുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് വിജയമുണ്ടാകും. ശത്രുക്കൾ ഉണ്ടാവാമെങ്കിലും അവരെക്കൊണ്ട് നിങ്ങൾക്ക് ദോഷമുണ്ടാകില്ല. ജോലിസ്ഥലത്ത് എല്ലാവരുമായി നല്ല ബന്ധം നിലനിർത്താൻ ശ്രമിക്കുക. പണമിടപാടുകൾ സൂക്ഷിച്ചു കൈകാര്യം ചെയ്യുക. വീട്ടിലെ ആവശ്യങ്ങൾക്കായി കൂടുതൽ പണം ചിലവഴിക്കാൻ സാധ്യതയുണ്ട്. പ്രണയബന്ധങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ടു പോകും. അതുപോലെ സന്തോഷം കണ്ടെത്താൻ നിങ്ങൾക്ക് അവസരങ്ങൾ ലഭിക്കും. ദാമ്പത്യ ജീവിതം സന്തോഷകരമാകും. ആരോഗ്യം പൊതുവെ നല്ലതായിരിക്കും. തുലാം രാശി, കോടതിയിൽ കേസ് നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഫലത്തെക്കുറിച്ച് നിരന്തരം ചിന്തിക്കുന്നത് നിങ്ങളെ അസ്വസ്ഥരാക്കും. ഇതുമൂലം നിങ്ങളുടെ കുടുംബാന്തരീക്ഷവും കോലാഹലമാകാം. ഈ ആഴ്ച നിങ്ങൾ ഭൂമി, റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ സാംസ്കാരിക പദ്ധതികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. ഈ സ്കീമുകളിൽ നിക്ഷേപിക്കുന്നതിന് ഈ സമയം വളരെ നല്ലതാണ്. അത്തരമൊരു സാഹചര്യത്തിൽ ഈ അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. കുടുംബത്തിന്റെ കാര്യത്തിൽ ഈ ആഴ്ച സന്തോഷം നിറഞ്ഞതായിരിക്കും. ചന്ദ്രചിഹ്നമനുസരിച്ച് ശനി 6ാം ഭാവത്തിൽ വരുന്നതിനാൽ നിങ്ങളുടെ വീട്ടിലെ പല അംഗങ്ങളും നിങ്ങളെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കും. ഇതുമൂലം അവരുടെ പരിശ്രമം കൊണ്ട് വീടിന്റെ പരിസ്ഥിതി പൊരുത്തപ്പെടുത്താൻ നിങ്ങൾ ശ്രമിക്കും. ഈ ആഴ്ച വിദ്യാഭ്യാസത്തിനായി വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിരിക്കും. നിങ്ങൾ ശ്രമങ്ങൾ നടത്തുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ശ്രമങ്ങൾ തുടരണം. നിങ്ങൾക്ക് തീർച്ചയായും വിജയം ലഭിക്കും. തുലാം രാശിക്കാർക്ക് ഈ ആഴ്ച നേട്ടങ്ങളുണ്ടാകുന്ന ഒരു നല്ല സമയമായിരിക്കും. ജോലിസ്ഥലത്ത് നിങ്ങളുടെ കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കും. അതുപോലെ സഹപ്രവർത്തകരുടെ പിന്തുണയും ഉണ്ടാകും. ഗവേഷണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഇത് നല്ല സമയമാണ്. കുടുംബത്തിൽ സന്തോഷമുണ്ടാകും. അതുപോലെ കുടുംബാംഗങ്ങളുമായി കൂടുതൽ സമയം ചെലവഴിക്കാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ച വളരെ നല്ലതാണ്. സന്തോഷം നൽകുന്ന വാർത്തകൾ കേൾക്കാൻ സാധിക്കും. ജോലിസ്ഥലത്ത് ശത്രുക്കൾ ഉണ്ടാവാം. അതിനാൽ കൂടുതൽ ശ്രദ്ധിക്കുക. മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളുടെ നേട്ടങ്ങളെക്കുറിച്ച് സംസാരിക്കാതിരിക്കുക. വീട്ടിൽ വലിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ മാതാപിതാക്കളുടെ സഹായം തേടുക. പ്രണയം നല്ല രീതിയിൽ മുന്നോട്ടു പോകും. ഇഷ്ടമുള്ള വ്യക്തിയോട് ഇഷ്ടം തുറന്നു പറയാൻ ഇത് നല്ല സമയമാണ്. ദാമ്പത്യ ജീവിതം സന്തോഷകരമാകും. വൃശ്ചികം രാശി, ചന്ദ്രചിഹ്നമനുസരിച്ച് ശനി 5ാം ഭാവത്തിൽ വരുന്നതിനാൽ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഈ സമയം നിങ്ങൾക്ക് വളരെ പ്രധാനമാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ നേരിടേണ്ടിവരില്ല. എന്നാൽ ഇതൊക്കെയാണെങ്കിലും സ്വയം ആരോഗ്യവാനായി യോഗയും വ്യായാമവും നിങ്ങളുടെ ദിനചര്യയിൽ നിങ്ങൾ ഉൾപ്പെടുത്തും. സാമ്പത്തിക തടസ്സങ്ങൾ ഒഴിവാക്കാൻ ഈ ആഴ്ച നിങ്ങളുടെ ബജറ്റിനുള്ളിൽ തന്നെ ചെലവഴിക്കാൻ ശ്രമിക്കുക. തുടക്കത്തിൽ തന്നെ ശരിയായ സാമ്പത്തിക പദ്ധതി സൃഷ്ടിക്കുക. അതിൽ നിങ്ങളുടെ പങ്കാളിയുടെയും കുടുംബാംഗങ്ങളുടെയും പിന്തുണ സ്വീകരിക്കാം. അതിനനുസരിച്ച് നിങ്ങളുടെ പണം ചെലവഴിക്കുക. ഒരു കാരണവശാലും രാത്രി വൈകുവോളം വീട്ടിൽ എത്താതിരിക്കുകയും സൗകര്യങ്ങൾക്കായി അമിതമായി പണം ചെലവഴിക്കുകയോ ചെയ്യുന്നത് ഈ ആഴ്ച നിങ്ങളുടെ മാതാപിതാക്കളെ ദേഷ്യം പിടിപ്പിക്കും. അതിനാൽ ഇത് മനസ്സിൽ വച്ചുകൊണ്ട് അവർക്ക് ശകാരിക്കാനോ ശാസിക്കാനോ ഇടയാക്കുന്ന ഒന്നും ചെയ്യരുത്. കാരണം ഇത് കുടുംബാന്തരീക്ഷത്തിൽ അസ്വസ്ഥത സൃഷ്ടിക്കും. ഈ ആഴ്ച വിദ്യാർത്ഥികൾ ജോലിയിൽ ഉയരങ്ങളിലെത്തും. എന്നാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന വിജയമാണ് നിങ്ങളുടെ അഹങ്കാരം വർദ്ധിക്കുന്നതിനുള്ള പ്രധാന കാരണമാകാം. ഇക്കാരണത്താൽ നിങ്ങൾ കാര്യങ്ങളിൽ അന്ധമായ വിശ്വാസത്തിലേക്ക് വരുന്നത് ഒഴിവാക്കുക. ഈ ആഴ്ച നിങ്ങളുടെ മരുമക്കളുമായുള്ള നിങ്ങളുടെ ബന്ധം മെച്ചപ്പെടും. ഇതിനൊപ്പം
നിങ്ങളുടെ ഭാര്യാസഹോദരന്റെ വീട് സന്ദർശിച്ചുകൊണ്ട് നിങ്ങളുടെ പങ്കാളിയുമായി കുറച്ച് സമയം ചെലവഴിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കാനും നിങ്ങൾക്ക് കഴിയും. വൃശ്ചികം രാശിക്കാർക്ക് ഈ ആഴ്ച ഉയർച്ച താഴ്ചകൾ നിറഞ്ഞതായിരിക്കും. എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടെ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ധൃതി പിടിച്ച് ഒരു കാര്യവും ചെയ്യരുത്. ജോലിസ്ഥലത്ത് മറ്റുള്ളവരുമായി നല്ല രീതിയിൽ ഇടപഴകാൻ ശ്രമിക്കുക. ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് പരാജയം സംഭവിക്കാം. ഇത് നിങ്ങളുടെ സന്തോഷം ഇല്ലാതാക്കും. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ ശ്രദ്ധിക്കാതെ നിങ്ങളുടെ ലക്ഷ്യത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ശത്രുക്കളിൽ നിന്ന് സൂക്ഷിക്കുക. കുടുംബത്തോടൊപ്പം യാത്ര പോകാൻ സാധ്യതയുണ്ട്. യാത്ര സന്തോഷം നൽകുന്നതായിരിക്കും. കൂടാതെ സഹോദരങ്ങളുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ സാധിക്കും. ഈ സമയം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങാൻ പണം ചിലവഴിക്കും. പ്രിയപ്പെട്ടവരുമായി തർക്കങ്ങൾ ഉണ്ടാവാം. അത് പരിഹരിക്കാൻ ശ്രമിക്കുക. ദാമ്പത്യ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ടു പോകും. ധനുരാശി ചന്ദ്രചിഹ്നമനുസരിച്ച് രാഹു 10ാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച നിങ്ങളുടെ മാതാപിതാക്കളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങളുടെ വേവലാതികൾക്ക് പ്രധാന കാരണമാകാം. അത്തരമൊരു സാഹചര്യത്തിൽ എല്ലാത്തരം ഉത്കണ്ഠകളിൽ നിന്നും അകന്നു നിൽക്കാനും സ്വയം സമാധാനം വീണ്ടെടുക്കാനും ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ സമയം ചെലവഴിക്കുക. ഈ സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ശമ്പള വർധനവിന് സാധ്യത കാണുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ചെലവുകൾ വർദ്ധിക്കുമെങ്കിലും അത് നിങ്ങളുടെ സാമ്പത്തിക അവസ്ഥയെ ബാധിക്കില്ല. സാമ്പത്തികമായി നിങ്ങളെത്തന്നെ ശക്തിപ്പെടുത്തുന്നതിന് അനാവശ്യ ചെലവുകൾ നിയന്ത്രിച്ച് നിങ്ങളുടെ പണം സ്വരൂപിക്കാനുള്ള ശ്രമങ്ങൾ വേഗത്തിലാക്കാൻ നിങ്ങൾക്ക് കഴിയും. ഈ ആഴ്ച നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ ഇണക്കം അംഗങ്ങൾക്കിടയിൽ ഐക്യവും സാഹോദര്യവും വളർത്തും. ഇത് നിങ്ങളുടെ കുടുംബത്തിന്റെ സാമൂഹിക നിലയെ ശക്തിപ്പെടുത്തുകയും അംഗങ്ങൾക്കിടയിൽ ശരിയായ പ്രശസ്തി നേടുന്നതിൽ നിങ്ങൾക്ക് വിജയം നേടുകയും ചെയ്യും. വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ഈ ആഴ്ച മധ്യത്തിൽ ചില നല്ല വാർത്തകൾ ലഭിക്കും. എന്നിരുന്നാലും ഇതിനായി നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. ധനുരാശിക്കാർക്ക് ഈ ആഴ്ച കുറച്ച് ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതായിരിക്കും. കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനുവേണ്ടി കൂടുതൽ കഠിനാധ്വാനം ചെയ്യേണ്ടിവരും. സുഹൃത്തുക്കളുടെയും കുടുംബത്തിന്റെയും പിന്തുണയുണ്ടാകും. നിങ്ങളുടെ വരുമാനത്തിനനുസരിച്ച് ചിലവഴിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ കടം വാങ്ങേണ്ടി വരും. മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളുടെ സേവനത്തെക്കുറിച്ച് സംസാരിക്കാതിരിക്കുക. ഏതെങ്കിലും രേഖകളിൽ ഒപ്പിടുന്നതിനു മുൻപ് അത് ശരിയായി വായിച്ചു മനസ്സിലാക്കുക. ആഴ്ചയുടെ അവസാനത്തിൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കും. എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടെ ചെയ്യുക. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് യാത്രകൾ പോകാൻ സാധ്യതയുണ്ട്. യാത്രയിൽ നിങ്ങൾക്ക് നല്ല വ്യക്തികളുമായി പരിചയപ്പെടാൻ സാധിക്കും. പ്രണയബന്ധങ്ങൾ സാധാരണ രീതിയിൽ മുന്നോട്ടു പോകും. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷമുണ്ടാകും. മകരം രാശി ചന്ദ്രചിഹ്നമനുസരിച്ച് ശനി 3ാം ഭാവത്തിൽ വരുന്നതിനാൽ ആരോഗ്യരംഗത്ത് ഈ ആഴ്ച നിങ്ങൾക്ക് നല്ല ആരോഗ്യം ലഭിക്കും. ചെറിയ പ്രശ്നങ്ങൾ വരുകയും പോകുകയും ചെയ്യും. എന്നാൽ നിങ്ങൾ ഒരു വലിയ രോഗത്തിനും ഇരയാകില്ല. മുമ്പത്തേതിനേക്കാൾ ശാരീരികമായി നിങ്ങൾ ആരോഗ്യവാന്മാരാകും. ഈ ആഴ്ച നിങ്ങളുടെ ചെലവുകളിൽ നിങ്ങൾ നിയന്ത്രണം പാലിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഭാവിയിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധി കാരണം നിങ്ങൾക്ക് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. ചന്ദ്രചിഹ്നമനുസരിച്ച് കേതു 9ാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ കാലയളവിൽ നിങ്ങളുടെ വീട്ടുജോലിക്കൊപ്പം നിങ്ങൾ നിരവധി സാമൂഹിക പ്രവർത്തനങ്ങളിൽ കൂടുതൽ സജീവമായി പങ്കെടുക്കുകയും കുടുംബാംഗങ്ങളുമായി ഒരു തീർത്ഥാടനത്തിന് പോകുകയും ചെയ്യും. ഇത് സ്വയം വിശകലനം ചെയ്യാനുള്ള അവസരം നൽകും. വീട്ടിൽ നിന്ന് അകലെ നല്ലതും വലുതുമായ ഒരു കോളേജിൽ പ്രവേശനം നേടുന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയായിരുന്നുവെങ്കിൽ ഇത്തവണ സാധ്യതകൾ കുറച്ചുകൂടി അനുകൂലമായി മാറും. അതിനാൽ ഇതിനായി നിരവധി വിദ്യാർത്ഥികൾ അധ്യാപകരുടെ പിന്തുണ സ്വീകരിക്കേണ്ടതുണ്ട്. എന്നിരുന്നാലും ഈ കാലയളവിൽ ഏതെങ്കിലും കാരണത്താൽ ഷോർട്ട് കട്ട് എടുക്കുന്നത് ഒഴിവാക്കുക. അല്ലാത്തപക്ഷം നിങ്ങൾ ജീവിതത്തിൽ ഖേദിക്കേണ്ടിവരും. ഈ ആഴ്ച നിങ്ങളുടെ മരുമക്കളുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങളുടെ പങ്കാളിയും ഇതിൽ വളരെ സന്തുഷ്ടരായി കാണപ്പെടും. മകരം രാശിക്കാർക്ക് ഈ ആഴ്ച ദൈവാനുഗ്രഹം ഉണ്ടാകും. കുടുംബത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും. കുട്ടികൾക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്നതുമൂലം നിങ്ങൾക്ക് സന്തോഷമുണ്ടാകും. അതുപോലെ സമൂഹത്തിൽ നിങ്ങളുടെ വില വർദ്ധിക്കും. നിങ്ങൾ ഒരുപാട് നാളായി ആഗ്രഹിക്കുന്ന ഭൂമി വാങ്ങാനും വിൽക്കാനും സാധിക്കും. അതുപോലെ നിങ്ങൾക്ക് അതിലൂടെ ലാഭം കിട്ടാൻ സാധ്യതയുണ്ട്. പ്രോപ്പർട്ടി സെക്ടറിൽ ജോലി ചെയ്യുന്നവർക്ക് ഈ ആഴ്ച നല്ലതാണ്. സുഹൃത്തുക്കളുടെ സഹായത്തോടെ പുതിയ ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട്. ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുക. വലിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ധൃതി കാണിക്കരുത്. യാത്രകൾ സന്തോഷം നൽകുന്നതായിരിക്കും. മാതാപിതാക്കളുടെ പിന്തുണയുണ്ടാകും. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് നല്ല വാർത്തകൾ കേൾക്കാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധയുണ്ടാകും. പ്രണയബന്ധങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ടു പോകും. ദാമ്പത്യ ജീവിതം സന്തോഷകരമാകും. കുംഭം രാശി ചന്ദ്രചിഹ്നമനുസരിച്ച് ശനി 2ാം ഭാവത്തിൽ വരുന്നതിനാൽ നിങ്ങൾ എന്തെങ്കിലും പ്രശ്നം നേരിടുന്നുണ്ടെങ്കിൽ ഈ ആഴ്ച നിങ്ങളുടെ ആരോഗ്യം നന്നായിരിക്കും. എന്നിരുന്നാലും ചില കാരണങ്ങളാൽ നിങ്ങൾ യാത്ര ചെയ്യേണ്ടിവരാം. അതിനാൽ നിങ്ങൾക്ക് കുറച്ച് ക്ഷീണവും സമ്മർദ്ദവും അനുഭവപ്പെടാം. അതിനാൽ ഇപ്പോൾ യാത്ര ഒഴിവാക്കുകയും നിങ്ങളുടെ ശരീരത്തിന് കൂടുതൽ വിശ്രമം നൽകുകയും ചെയ്യുന്നതാണ് നിങ്ങൾക്ക് നല്ലത്.
സർഗാത്മക ആശയങ്ങൾ ഈ ആഴ്ച നിങ്ങളിൽ വർദ്ധിക്കും. നിങ്ങൾക്ക് നല്ല ലാഭം നേടാൻ കഴിയും. അതേസമയം ധാരാളം പണം സമ്പാദിക്കാനുള്ള പുതിയ അവസരങ്ങൾ കണ്ടെത്താനും കഴിയും. എന്നിരുന്നാലും ഈ സമയത്ത് ഓരോ പ്രമാണത്തിലും ഒപ്പിടുന്നതിനു മുമ്പ് അവ ശാന്തമായി വായിക്കേണ്ടതാണ്. ഒരു കാരണവശാലും രാത്രി വൈകുവോളം വീട്ടിൽ എത്താതിരിക്കുകയും സൗകര്യങ്ങൾക്കായി അമിതമായി പണം ചെലവഴിക്കുകയോ ചെയ്യുന്നത് ഈ ആഴ്ച നിങ്ങളുടെ മാതാപിതാക്കളെ ദേഷ്യം പിടിപ്പിക്കും. അതിനാൽ ഇത് മനസ്സിൽ വച്ചുകൊണ്ട് അവർക്ക് ശകാരിക്കാനോ ശാസിക്കാനോ ഇടയാക്കുന്ന ഒന്നും ചെയ്യരുത്, കാരണം ഇത് കുടുംബാന്തരീക്ഷത്തിൽ അസ്വസ്ഥത സൃഷ്ടിക്കും. ഈ ആഴ്ച ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക നഷ്ടം നിങ്ങളുടെ വിദ്യാഭ്യാസത്തെ പ്രതികൂലമായി ബാധിക്കും. അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങളുടെ പ്രതികൂല സാഹചര്യത്തിനു മുന്നിൽ മുട്ടുകുത്തരുത്, അതിൽ നിന്ന് പഠിച്ച് മുന്നോട്ട് നീങ്ങുന്നതിലൂടെ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടുക. കുംഭം രാശിക്കാർ ഈ ആഴ്ചയിൽ സംസാരത്തിലും പെരുമാറ്റത്തിലും നിയന്ത്രണം വയ്ക്കുക. വീട്ടിലും പുറത്തും തർക്കങ്ങൾ ഒഴിവാക്കുക. ആഴ്ചയുടെ തുടക്കത്തിൽ ദേഷ്യം നിയന്ത്രിക്കാൻ ശ്രമിക്കുക. പങ്കാളിത്തത്തോടെ ബിസിനസ് ചെയ്യുന്നവർ സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുക. മറ്റുള്ളവരെ അന്ധമായി വിശ്വസിക്കാതിരിക്കുക. ജോലിസ്ഥലത്ത് എല്ലാവരുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുക. ജോലിയുമായി ബന്ധപ്പെട്ട് യാത്രകൾ പോകാൻ സാധ്യതയുണ്ട്. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുക. ചെറിയ അസുഖങ്ങൾ പോലും അവഗണിക്കരുത്. വാഹനങ്ങൾ ശ്രദ്ധയോടെ ഓടിക്കുക. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ച നല്ലതാണ്. സന്തോഷം നൽകുന്ന വാർത്തകൾ കേൾക്കാൻ സാധിക്കും. പ്രിയപ്പെട്ടവരുമായി ഒത്തുചേരാൻ അവസരം ലഭിക്കും. പ്രണയബന്ധങ്ങൾ ശക്തിപ്പെടും. ദാമ്പത്യ ജീവിതം സന്തോഷകരമാകും. മീനം രാശി. ചന്ദ്രചിഹ്നമനുസരിച്ച് ശനി 1-ാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച വീട്ടുകാരുടെയോ കുടുംബത്തിന്റെയോ ചികിത്സയുമായി ബന്ധപ്പെട്ട ചെലവുകളിൽ ഗണ്യമായ വർധനവ് കാണും. ഇതുമൂലം സാമ്പത്തിക പ്രതിസന്ധി കാരണം നിങ്ങൾക്ക് മാനസിക സമ്മർദ്ദവും ഉത്കണ്ഠയും അനുഭവപ്പെടാം. അതിനാൽ സ്വയം ശാന്തനായിരിക്കാൻ ശ്രമിക്കുക. അല്ലാത്തപക്ഷം മറ്റുള്ളവരോടൊപ്പം നിങ്ങളുടെ മോശം ആരോഗ്യത്തിനായി നിങ്ങളുടെ പണം ചെലവഴിക്കപ്പെടാം. ഈ ആഴ്ച നിങ്ങൾ ഊർജം നിറഞ്ഞതായിരിക്കും. നിങ്ങൾ ഇതുവരെ പ്രതീക്ഷിക്കാത്ത ചില പെട്ടെന്നുള്ള ലാഭം നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കാൻ സാധ്യതയുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ ഈ ലാഭത്തിന്റെ ഒരു ചെറിയ ഭാഗം സാമൂഹിക പ്രവർത്തനങ്ങളിലും ഉപയോഗിക്കേണ്ടതാണ്. ഈ ആഴ്ച രാശിക്കാർക്ക് സ്കൂളിലെയോ കോളേജിലെയോ ഏതെങ്കിലും പ്രോജക്റ്റിനായി മുതിർന്നവരുടെയോ കൂടപ്പിറപ്പുകളുടെയോ സഹായം ആവശ്യമാണ്. അതിനാൽ നിങ്ങൾക്ക് സമയമുണ്ടാകുമ്പോൾ അവരോടൊപ്പം ഇരുന്നു അവരുടെ അഭിപ്രായം അറിയാൻ ശ്രമിക്കുക. നിങ്ങളുടെ പ്രോജക്റ്റിനെക്കുറിച്ച് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. പ്രണയജീവിതത്തിൽ പരസ്പരം നിങ്ങളുടെ വിശ്വാസം ശക്തിപ്പെടുത്തുന്നതിനുള്ള സമയമാണിത്. ഈ സമയത്ത് നിങ്ങളുടെ പങ്കാളിയുടെ മനസ്സ് നിങ്ങളുടെ മുന്നിൽ തുറക്കും. അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട നിരവധി രഹസ്യങ്ങൾ അറിയാനുള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കും. ഉന്നത വിദ്യാഭ്യാസം നേടുന്ന വിദ്യാർത്ഥികൾക്ക് ഈ സമയം വളരെ നല്ലതായിരിക്കുമെന്ന് സൂചിപ്പിക്കുന്നു. ഈ സമയത്ത് എല്ലാ വിഷയങ്ങളും മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സഹായം ലഭിക്കും. അതുവഴി നിങ്ങളുടെ ഭാവിക്കായി ഒരു വലിയ തീരുമാനമെടുക്കാനും കഴിയും. വിവാഹിതരുടെ ജീവിതത്തിലെ ഈ സമയത്ത് ചെറിയ അതിഥിയുടെ വരവ് പ്രതീക്ഷിക്കാം. ഇതുമൂലം നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ കുടുംബത്തോടൊപ്പം സന്തോഷത്തിന്റെ ഒരു തരംഗമുണ്ടാകും. ഇത് വീടിന്റെ അന്തരീക്ഷത്തെ വളരെയധികം സന്തോഷിപ്പിക്കും. മീനം രാശിക്കാർക്ക് ഈ ആഴ്ച വളരെ നല്ലതായിരിക്കും. ജോലിയുമായി ബന്ധപ്പെട്ട് യാത്രകൾ പോകാൻ സാധ്യതയുണ്ട്. കുടുംബാംഗങ്ങളുമായി ഒരുമിച്ച് ഒരു വലിയ തീരുമാനമെടുക്കാൻ സാധ്യതയുണ്ട്. വീട്ടിലുള്ളവരുടെ പൂർണ്ണ പിന്തുണയുണ്ടാകും. എല്ലാവരും നിങ്ങളുടെ തീരുമാനത്തെ അഭിനന്ദിക്കും. ബന്ധുക്കളുടെ വികാരങ്ങളെ മാനിക്കാൻ ശ്രമിക്കുക. പുതിയ ജോലി തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല സഹായം ലഭിക്കാൻ സാധ്യതയുണ്ട്. കച്ചവടം ചെയ്യുന്നവർക്ക് ലാഭം കിട്ടും. അതുപോലെ ഭൂമി വാങ്ങാനും വിൽക്കാനും സാധിക്കും. ചെറുപ്പക്കാർക്ക് സന്തോഷം നിറഞ്ഞ ദിവസമായിരിക്കും. സുഹൃത്തുക്കളുമായി കൂടുതൽ സമയം ചെലവഴിക്കാൻ സാധിക്കും. സമൂഹത്തിൽ നിങ്ങൾക്ക് നല്ല പേരുണ്ടാകും. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല സ്ഥാനങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ജോലി ചെയ്യുന്ന ആളുകൾക്ക് കൂടുതൽ വരുമാനം ലഭിക്കാൻ സാധ്യതയുണ്ട്. പ്രണയബന്ധങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടും. അതുപോലെ പ്രിയപ്പെട്ടവരുമായി സന്തോഷം കണ്ടെത്താൻ സാധിക്കും. ദാമ്പത്യ ജീവിതം സന്തോഷകരമാകും.